ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. ആദ്യം പോയ കാര്യം നമ്മുടെ ആകാശ് ആരെ അറിയിച്ചിട്ടില്ല. എന്തായാലും ഈ ഊട്ടിയിലെ സ്കൂളിലെ അധികൃതർ തിരിച്ചറിഞ്ഞു ആദ്യ ബസ്സിനകത്ത് വന്നിരുന്നു. ആദ്യയെ ബസ്സിലേക്ക് പിക്കപ്പ് ചെയ്തതാണ്. അതിനുശേഷം ആദ്യയെ കാണുന്നില്ല. ബസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ബസ്സിൽ ആദ്യം ഇല്ല എന്ന സത്യം. എന്തായാലും ടീച്ചർ വന്നിട്ട് ചോദിച്ചു, നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുത്താലോ? പക്ഷേ അതിൻ്റെ പ്രിൻസിപ്പളായ ആ ഒരു മദർ പുള്ളിക്കാരി സമ്മതിക്കുന്നില്ല. നമ്മുടെ ഗുഡ് വില്ല് പോകും എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയും അവനെ കണ്ടെത്താൻ ശ്രമിച്ചേ പറ്റൂ. കാരണം നമ്മുടെ ആവശ്യമാണ് അവനെ കണ്ടെത്തുക എന്നുള്ളത്. കാരണം നമ്മൾ ഇതിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ നമ്മുടെ ബസ്സിലേക്ക് കയറിയ ശേഷമാണ് ആ കുട്ടി മിസ്സിങ് ആയതെങ്കിൽ ഫുൾ ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പോൾ നമുക്കെന്നാൽ വീട്ടുകാരെ അറിയിച്ചാലോ? വീട്ടുകാരെ അറിയിച്ച അവസാനം അവരത് പോലീസിൽ പരാതി കൊടുക്കും. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ അത് ചീത്തപ്പേരാകും എന്നൊക്കെ പറയുകയാണ്. മാത്രം ആദ്യയുടെ ലഗേജും കാര്യങ്ങളും വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ ആദ്യം എന്തായാലും വണ്ടിയിലേക്ക് വന്നു എന്നല്ല അതിനർത്ഥം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തയായി കഴിഞ്ഞാൽ പിന്നെ ഈ സ്കൂൾ പൂട്ടിക്കെട്ടി പോകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ആരെ അറിയിക്കേണ്ട എന്ന രീതിയിലാണ് അവിടെ പ്രിൻസിപ്പളൊക്കെ പറയുന്നത്. ആദ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ അവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേരെ, മറ്റു കുട്ടികൾ ആരെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ അവൻ ലീവാന്ന് പറഞ്ഞേരെ എന്നൊക്കെ പ്രിൻസിപ്പൾ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഒരു കുഞ്ഞിനെ കാണാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണം വരുമെന്നും വീട്ടുകാർ അന്വേഷിക്കുന്നുണ്ടാവുമെന്നൊക്കെ നമ്മുടെ ഇഷിത ഡോക്ടർക്ക് അറിയത്തില്ലേ? ഡോക്ടർ എന്താ ഇങ്ങനെ മറച്ചു വെക്കുന്നു? ഡോക്ടറുടെ കാറ് തട്ടിയെന്ന് വിചാരിച്ചിട്ടോ? ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദിക്ക് ഫുഡൊക്കെ ആയിട്ട് വരികയാണ് ഇഷിത. ഇഷിതയെ കണ്ടതും ആദ്യം അമ്മ ഇത് എവിടെ പോയതായിരുന്നു? അമ്മ ഡ്യൂട്ടിക്ക് പോയി. അമ്മ മോന് ആഹാരമൊക്കെ കൊണ്ട് തരണ്ടേ? അതൊക്കെ മേടിക്കാനായിട്ട് പോയതാ. കഴിച്ചാലോ? അമ്മ പറഞ്ഞാൽ ഞാൻ റെഡിയാ. അമ്മ പറഞ്ഞ മോൻ എന്തിനു റെഡിയാ? പിന്നില്ലേ റെഡി. എന്നാ ബാ കഴിക്കാം. കഴിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇഷിത പറഞ്ഞു, ഒരു കാര്യം മറന്നു. എന്ത്? കൈ കഴുകിയോ? പോയി കൈ വാഷ് ചെയ്തിട്ട് വാ. ഓ സോറി മേ, ഞാനത് മറന്നുപോയി എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ വാഷ് ചെയ്യാനായിട്ട് പോവാം. ആദിയുടെ പ്രവൃത്തിയിൽ നിന്നും ഇഷിതയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു കുട്ടിയാണ്, നല്ല മാതാപിതാക്കൾക്ക് ഉണ്ടായൊരു കുഞ്ഞാണ് എന്ന്. എന്തായാലും കഴിക്കാനായിട്ട് കൊണ്ട് കൊടുത്തു. കൊച്ചു കഴിക്കുന്നതിനിടയിൽ അമ്മേ എൻ്റെ പേരെന്താ? പേര് മോൻ അറിയത്തില്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ മോൻ്റെ പേര് എന്താണെന്ന്. കൊച്ചു ഓർത്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. മോൻ്റെ വീഴ്ചയിൽ മോൻ മറന്നു പോയതാ. മോനൊന്ന് ഓർത്ത് നോക്കിയേ. ഇല്ല അമ്മ, ഓർത്തിട്ട് കിട്ടണില്ല. അമ്മ ഒന്ന് പറഞ്ഞേ. എന്നാ അമ്മ പറയാട്ടോ. മോൻ്റെ പേര് ഇഷാദ്. അമ്മയുടെ പേര് പോലെ വരാനായിട്ട് പേരിട്ടതാ അല്ലേ? നല്ല പേരല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല പേരാ. അമ്മ വാരിത്തരാവോ? അതിൽ നീ വലിയ കുട്ടിയല്ലേ, അമ്മയ്ക്ക് ഞാനെപ്പോഴും ചെറിയ കുട്ടിയല്ലേ. വാരിത്തരാവോ? ആയിക്കോട്ടെ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത വാഷ് ചെയ്തിട്ട് വന്ന് ഇഷിത വാരി കൊടുക്കുക. അമ്മേ, അച്ഛൻ എന്താ ജോലി? അച്ഛന് കമ്പനിയിൽ. അല്ല, അച്ഛൻ എന്താ എന്നെ കാണാൻ വരാത്തത്? അച്ഛൻ വരുമെന്നേ. അച്ഛന് കമ്പനി കാര്യത്തിലേ ടൂറില്ല. അച്ഛൻ ഇവിടെ ഇല്ല. ഹോസ്പിറ്റലായതൊന്നും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല. അച്ഛൻ പേടിച്ചു പോകത്തില്ലേ? അത് ശരിയാട്ടോ എന്നൊക്കെ കൊച്ചിങ്ങനെ പറയാണ്. അല്ല, കൈയൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴേക്കും അമ്മ കഴിക്കാത്തത് എന്താ എന്ന് കൊച്ചിങ്ങനെ ചോദിക്കുക. കൈയൊക്കെ കഴുകി കഴിഞ്ഞിട്ടാണോ ചോദിക്കണത്? സോറി അമ്മേ, അമ്മ തമാശ പറഞ്ഞതല്ലേ. അല്ല, മോനിപ്പോൾ ബോഡി പെയിൻ ഉണ്ടോ? പെട്ടെന്ന് തിരിയുമ്പോൾ മാത്രം ഉണ്ട്. അല്ല, അച്ഛൻ്റെ ഫോട്ടോ ഇല്ലേ ഫോണിൽ? ഒന്ന് കാണിച്ചു തരാവോ? അവൻ്റെ ആ ചോദ്യം കേട്ട് ഇഷിത ഒന്ന് ഞെട്ടി. പക്ഷേ ഡോക്ടർ പറഞ്ഞ കാര്യമാണ് ഇങ്ങനെ ഓർക്കുന്നത്. അവന് തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവന് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ ഒരിക്കലും നിങ്ങളെയൊന്നും അവനെ ഓർക്കില്ല. അവൻ്റെ സ്വന്തം അച്ഛനെ അമ്മയെ മാത്രമേ അവനെ ഓർക്കുകയുള്ളൂ. അതുകൊണ്ട് അവൻ്റെ ഫാമിലിയെ ചോദിച്ചാൽ ആരെ വേണമെങ്കിലും പറയാം. വേണമെങ്കിൽ ഡോക്ടറുടെ ഫാമിലിയെ അവൻ്റെ ഫാമിലിയായിട്ട് പരിചയപ്പെടുത്താം. വേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യാം. എന്നാലും അവൻ ഫാമിലിയുടെ കാര്യം ചോദിക്കാതിരിക്കില്ല. അപ്പോഴേക്കും കൊച്ചി ചോദിച്ചു, അമ്മ എന്തേ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോനെ, മോനൊന്നും ഓർമ്മയില്ലല്ലോ എന്ന് ആലോചിച്ചതാണ്. അച്ഛൻ്റെ ഫോട്ടോ അമ്മ മോനെ കാണിക്കട്ടെ എന്ന് ചോദിച്ചു. കാണിക്ക്. ഇതാണ് അച്ഛൻ എന്ന് പറഞ്ഞ് മഹേഷിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക. ഹാൻഡ്സം, ലവ് യു അച്ഛാ. ഉമ്മ, എനിക്ക് ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊന്നും ഇല്ലേ? ഒരു കുഞ്ഞനീത്തിയുണ്ട്, എന്നാ ഒന്ന് കാണിച്ചു തന്നേ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇഷിത ചിപ്പിമോളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് മോൻ്റെ അനിയത്തി ചിപ്പി. ചിപ്പി സോ ക്യൂട്ട് എന്നൊക്കെ കൊച്ച് പറയുക. ഇനി നമുക്ക് മെമ്മറി ടെസ്റ്റ് ഒന്ന് നോക്കിയാലോ? മെമ്മറി ടെസ്റ്റൊക്കെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതാ. അതെ, നമ്മുടെ വീട് എവിടെയാണെന്ന് കൊച്ചൊന്ന് ഓർമ്മിച്ച് നോക്കിക്കേ. വീട് ഓർമ്മ കിട്ടണില്ല. അറിഞ്ഞൂടാമേ. മോൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ ഓർമ്മയുണ്ടോ? പതുക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നോന്ന്. ഓർമ്മയിൽ എന്തെങ്കിലും ഒരു രൂപം നിഴലായിട്ടെങ്കിലും. ഇല്ല അമ്മേ, ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. സാരമില്ല കേട്ടോ, പേടിക്കണ്ട. എന്തെങ്കിലും ഗെയിംസ് ഓർമ്മയുണ്ടോ മോൻ കളിക്കാറുള്ളത്?
ഗെയിം ഈ ഗെയിം എന്ന് പറഞ്ഞ് കൊച്ചു ആലോചിക്കുക കേട്ടോ. ഒരു മാസിക കൊണ്ടുപോയി കൊടുക്കുകയാണ് നമ്മുടെ ഇഷിത ഇവൻ്റെ കയ്യിലേക്ക്. പെട്ടെന്ന് അവൻ ഓർക്കുകയാണ് ക്രിക്കറ്റ് കളിക്കുന്നത്, താൻ പെക്കിന് ക്രിക്കറ്റ് കളിക്കുന്നത്, ബാറ്റ് വെച്ച് ബോൾ ചെയ്യുന്നത് ഒക്കെ ഇങ്ങനെ ഓർക്കുക കേട്ടോ. എന്താ മോനെ, ചെറുതായിട്ട് എനിക്ക് തലവേദന എടുക്കുക, മോൻ കുറച്ച് നേരം കിടന്നോട്ടോ, മാറിക്കോളൂ മോൻ ഉറങ്ങാൻ പറ്റുമെങ്കിൽ മോൻ ഉറങ്ങിക്കോയേ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ അവൾ അവിടെ കിടത്തി കണ്ണടച്ച് കിടന്നോളാനായിട്ട് പറഞ്ഞു. സ്പെക്സ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചു. എന്താ അവന് തലവേദന വരാൻ കാരണം? അവന് ഓർമ്മ തിരിച്ചു വന്നോ? എന്തെങ്കിലും ഓർമ്മകൾ അവൻ്റെ ബ്രെയിനിലേക്ക് വന്നോ? അതാണോ തലവേദന വന്നത് എന്നൊക്കെ ആലോചിക്കുകയാണ് നമ്മുടെ ഇഷിത. എന്തായാലും മഹേഷിന് ഓഫീസിൽ ചെന്നിട്ടും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം താൻ അവളോട് പെരുമാറിയത് അല്ലെങ്കിൽ ചോദിച്ചതൊന്നും ശരിയായില്ല എന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ മഹേഷ് ഓഫീസിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോഴേക്കും വിവേക് വന്നു കേട്ടോ. മഹേഷിന് എന്തോ ഒരു ടെൻഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്. എന്താടാ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല, എടുത്തു ചാട്ടം, മുൻകോപം, ഒരു കോംപ്രമൈസിനും തയ്യാറാകാതിരിക്കുക. എന്തു പറ്റി? നിൻ്റെ കാര്യമാണോ? എൻ്റെ കാര്യം തന്നെയാ. ബോധം നിനക്കുണ്ടല്ലോ, വളരെ നല്ലത്. നീ എല്ലാ കഴിവുള്ള CEO ആണ്, ആ കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. പക്ഷേ ഭാമിലിയിൽ നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ എടുത്തടിക്കും. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട കേട്ടോ. കുടുംബകാര്യത്തിൽ നിനക്ക് ശ്രദ്ധ വേണം. 24 മണിക്കൂറും കമ്പനിക്കാര്യം. എന്താ ഉണ്ടായത്? ഇഷിതയായിട്ട് ഉടക്കിയോ? അതെന്താ നിനക്കിങ്ങനെ മനസ്സിലായി? നിങ്ങൾ തമ്മിൽ തല്ലും, പിറ്റേന്ന് കോമഡി കാണിച്ച് മാറും, പിന്നെയും തല്ലും. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, ശരിയാ, ഞങ്ങൾ സത്യത്തിൽ തമ്മിൽ തല്ലുകയല്ല, തമ്മിൽ ചേരുകയാണ്. നിനക്കറിയാലോ ഞങ്ങളുടെ വിവാഹം. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ റൂമിലുള്ള ഒരു പരിഹാസം, ഞങ്ങൾ തമ്മിലുള്ള പരിഹാസ സംഭാഷണം, അതൊരു ദിവസം ഇല്ലെങ്കിൽ ഒരു സുഖവും ഇല്ല. എന്താ ഉണ്ടായത് എന്ന് വിവേക് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നടന്ന കാര്യം പറയുകയാണ്. ഇഷിതയുടെ ആത്മാഭിമാനം ഞാൻ വ്രണപ്പെടുത്തി. കാര്യങ്ങൾ അറിഞ്ഞ ശേഷം പറഞ്ഞാൽ മതിയായിരുന്നു. എന്തായിരിക്കും ലേറ്റ് ആയത്? അത് ഹോസ്പിറ്റലിലെ എമർജൻസി ആയിരിക്കും. അല്ല, നീ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ വളരെ ടെൻസ്ഡാണ് വിവേക്. കമ്പനി ആകാശ് മേനോന് കൈമാറുമെന്ന അറിവ് എന്നെ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഇഷിതയുടെ ഈ താമസിച്ചുള്ള വരവും. ആ സമയത്തൊരു കോള് വരികയാണ് മഹേഷിന്. അരുന്ധതി മേഡമാണ്. ചോദിക്കുക, കമ്പനിക്കാരും ചോദിക്കുക. അങ്ങനെ അരുന്ധതി സംസാരിക്കുക. മഹേഷ്, അതെ, എൻ്റെ മോള് ഫ്രൈഡേ ഇവിടുന്ന് പുറപ്പെടും. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? മഹേഷ് എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യുമോ? അവിടെ ലേഡീസ് ഹോസ്റ്റലിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും ഹോം സ്റ്റേയിൽ നിർത്താൻ പറ്റുമോ? മഹേഷിന് പരിചയമുള്ള ഏതെങ്കിലും ഫാമിലിയിൽ? ഞാൻ അന്വേഷിക്കാം. ഞാൻ മഹേഷിൻ്റെ ധൈര്യത്തിലാട്ടോ. വിശ്വസിക്കാം മാം, എന്നെ വിശ്വസിക്കാം, കുഴപ്പമില്ല, ഞാൻ എല്ലാം റെഡിയാക്കിക്കോളാം. അല്ല, കമ്പനി കൈമാറുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും എന്ന് മഹേഷ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും കമ്പനി വിറ്റാലും മഹേഷ് ഭയക്കേണ്ട കാര്യമില്ലല്ലോ. മഹേഷിനെ കൊത്തിയെടുക്കാൻ ഇഷ്ടം പോലെ കോർപ്പറേറ്റ് ഇല്ലേ? അല്ല, ഇതെൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് മാഡം, അതുകൊണ്ടാണ്. മഹേഷ് ധൈര്യമായിട്ടിരിക്കുക, ഞാൻ കൂടെ ഉണ്ട്. മഹേഷ്, ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. എന്താ പറഞ്ഞത്? ധൈര്യമായിട്ടിരിക്കാൻ, മാം കൂടെ ഉണ്ടെന്ന്. നമ്മളിവിടെ അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സന്തോഷിപ്പിക്കണം. എന്തായാലും നീ വിട്ടോ, എക്സിക്യൂട്ടീവിൻ്റെ മീറ്റിംഗ് പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിവേക് എഴുന്നേറ്റ് പോയി. ഇതേ സമയമുണ്ടല്ലോ, നമ്മുടെ രാമനാഥനും സ്വപ്നവല്ലിയും മഞ്ജുമയും കൂടെ ഇഷിതയെ കുറ്റം പറയാട്ടോ രാമനാഥൻ്റെ മുന്നിൽ വെച്ച്. ഇനി അവൾ രാത്രി ഇന്നെങ്ങോട്ടായിരിക്കും യാത്ര പോയിരിക്കുന്നത്? അവൾ ഇന്ന് ആരുടെയെങ്കിലും കൂടെ കറങ്ങാൻ പോയതായിരിക്കും. എന്ത് സംഭവിച്ചാലും പ്രസവിക്കില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ മഞ്ജിമ പറയുന്നത് കേട്ട് രാമനാഥന് ദേഷ്യം വന്നു. മഞ്ജിമേ എന്നും പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. എന്തിനാ ഇവളോട് ചൂടാവുന്നത്? അല്ല, മകള് കുറച്ച് ഓവർ ആവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഓവറാകുന്നുണ്ട്. അതാരാ? മഞ്ജിമയാണോ ഓവറാകുന്നത്? ഇഷിത. ഇന്നലെ രാത്രി എന്തായിരുന്നു അവളുടെ പ്രകടനം? ഉറഞ്ഞു തുള്ളുവല്ലായിരുന്നോ? ആരോടാ അവളുടെ പ്രകടനം? ഭർത്താവിനോടല്ലേ അവൾ ഉറഞ്ഞു തുള്ളിയത്. അപ്പം മഞ്ജിമ പറഞ്ഞു, ഞാൻ അന്നേ ഈ വിവാഹത്തിനെതിരല്ലായിരുന്നോ? അവരുടെ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരമല്ല എല്ലാം നടത്തിയത്. അപ്പോഴേ നമ്മുടെ പിടിവിട്ടു അമ്മേ. രാമനാ എല്ലാത്തിനും കാരണക്കാരൻ. 100 കാരണവരുമായിട്ട് ചങ്ങാത്തം കൂടി. എന്നിട്ട് ഞങ്ങളറിയാതെ എല്ലാ തീരുമാനവും എടുത്തു. അവർ പറഞ്ഞതുപോലെ കല്യാണം നടത്തി. 101 വേണ്ട, തഞ്ചാവൂരും വേണ്ട, ഒന്നും വേണ്ട. ഡോക്ടർ എന്ന് പറഞ്ഞപ്പം രാമൻ്റെ കണ്ണങ്ങ് മഞ്ഞളിച്ചു. പിന്നെ എന്ത് ഡോക്ടർ? അവളെ കാണാൻ ഒരു ഈച്ച പോലും വരില്ല. രോഗികളില്ലാത്ത ഡോക്ടറാ. ഇവള് നല്ല ഡോക്ടറായിരുന്നെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിച്ചേനെ, ലക്ഷങ്ങൾ. ഓരോ ഡോക്ടർമാർ സമ്പാദിച്ച് കൂട്ടുന്ന കണ്ടിട്ടുണ്ടോ? രാജകൊട്ടാരം പണിയും, 10-20 കാറും ഒക്കെ. അപ്പോഴേക്കും ഇതൊക്കെ പറയുന്ന മഞ്ജിമ കേട്ടോ. അപ്പോൾ സ്വപ്നവലി പറഞ്ഞു, ഇവൾക്കും കാശ് കിട്ടുന്നുണ്ടാകും, എല്ലാ പ്രിയാമണിക്ക് കൊണ്ട് കൊടുക്കുമായിരിക്കും.
അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു, ഇപ്പം രണ്ടുപേരും കൂടെ പറയുന്നതാണ് കുശുമ്പ്. ഡോക്ടർ ഇഷിത ആരാണെന്ന് അറിയണമെങ്കിലേ പുറത്തു പോയൊന്ന് അന്വേഷിച്ച് നോക്കുക. ഇപ്പം രണ്ടുപേരും കൂടി പറയുന്ന ഈ കാര്യമുണ്ടല്ലോ, എത്രയും വേഗം അത് പിൻവലിച്ച് മാപ്പ് പറയേണ്ടി വരും. ഡോക്ടർക്ക് രാവും പകലുമില്ല. പിന്നെ ഇന്നലെ രാത്രി വന്നതിനെ ന്യായീകരിക്കുക. അപ്പോഴേക്ക് രാമനാഥൻ പറഞ്ഞു, ഫോൺ ചെയ്യാമായിരുന്നു, സാഹചര്യം ഉണ്ടായി കാണില്ല. അയ്യോ, എന്നാൽ സാഹചര്യം മരുമോള് പോകുമ്പോൾ രാവിലെ കൊടുത്തു വിട്ടേരെ കേട്ടോ. രാമ ഇതിനൊരു തീരുമാനം സ്വപ്നവല്ലി ഉണ്ടാക്കും. അപ്പോൾ രാമനാഥൻ ചോദിച്ചു, ഇഷിതയുടെ കാര്യത്തിലാണോ? അതെ. അപ്പം മഞ്ജിമ പറഞ്ഞു, അമ്മ ഇതൊക്കെ പറയാം, അവളെ കാണുമ്പോൾ കവാത്ത് മറക്കും. നീ കണ്ടോ മഞ്ജിമേ, പുലിയെ കടിക്കാൻ പഠിപ്പിക്കണ്ട. അപ്പോൾ രാമനാഥൻ പറഞ്ഞു, എനിക്കൊന്നേ പറയാനുള്ളൂ, മഹേഷിൻ്റെയും ഇഷിതയുടെയും കാര്യം അവർ തീരുമാനിക്കട്ടെ, അതിലാരും ഇടപെടാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു, അവൻ്റെ അമ്മയെ എനിക്ക് അവകാശമുണ്ട്, എന്നാൽ രണ്ടുപേരും കൂടെ അവകാശം സ്ഥാപിച്ച് അവരുടെ ജീവിതം അങ്ങോട്ട് നശിപ്പിക്കേ. രാമനാഥൻ പോയി കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ പറഞ്ഞു, അമ്മേ അച്ഛൻ്റെ ഈ വാക്കിലൊന്നും വീഴരുത്, വഴങ്ങിക്കൊടുക്കരുത്. ചത്തുപോയ എൻ്റെ അച്ഛൻ വന്നാൽ പോലും ഞാൻ വഴങ്ങത്തില്ല എന്ന് സ്വപ്നവല്ലിയും പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത വന്നപ്പോൾ ഒരു സിസ്റ്റർ ചോദിച്ചു, ഡോക്ടർ പോയില്ലായിരുന്നോ? അപ്പം ഇത് ഹോസ്പിറ്റലാട്ടോ കാണിക്കുന്നത്. റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ചോദിക്കുന്നത്, ഡോക്ടർ പോയില്ലായിരുന്നോ എന്ന്. ഇല്ല പോയില്ല. അല്ല സിസ്റ്ററുടെ ഡ്യൂട്ടി കഴിഞ്ഞോ? കഴിഞ്ഞു. അല്ല മെമ്മറി ലോസായ കുട്ടിയുടെ പേരൻസ് ആരെങ്കിലും വന്നോ എന്ന് ഡോക്ടറോട് സിസ്റ്റർ ചോദിക്കുക. അവരെ അറിയിച്ചിട്ടുണ്ട്, നാളെ എത്തും. ആക്സിഡൻ്റ് അല്ലേ? ആര് പറഞ്ഞു? ക്യാഷ്വാലിറ്റിയിൽ പറയുന്നത് കേട്ടു. അതെ, അവിടെ ഇവിടെയും പറയുന്നൊന്നും പാടി നടക്കണ്ട കേട്ടോ. സിസ്റ്റർ പോവല്ലേ? ശരി, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ആ സിസ്റ്റർ അങ്ങ് പോയി. ഇഷിത അങ്ങനെ നിന്നപ്പോഴാണ് മഹേഷ് ഇഷിതയെ അന്വേഷിച്ച് കാറ് പുറത്ത് വന്നത് ഇഷിത കാണുന്നത്. ഇഷിത റിസപ്ഷനിൽ ചെന്നിട്ട് പറഞ്ഞു, അതെ കഴിഞ്ഞ ദിവസം ഇവിടെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു. അതെ രാത്രി കംപ്ലൈൻ്റ് ആയിരുന്നു. അതെ ഒരു കാര്യം പറയട്ടെ, എന്നെ ആരെങ്കിലും അന്വേഷിച്ച് വന്നാലേ ഇല്ലെന്ന് പറഞ്ഞേരെ കേട്ടോ, അതിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും ഇല്ലയെന്ന് പറഞ്ഞേരെ എന്നും പറഞ്ഞ് ഇഷിത അങ്ങ് മാറി നിൽക്കുകയാണ്. അങ്ങനെ മഹേഷ് ഈ റിസപ്ഷനിൽ വന്ന് ചോദിച്ചു, ഇഷിത ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയി. അപ്പോൾ എവിടെ പോയി അതറിഞ്ഞൂടാ, കൃത്യമായിട്ട് അറിയില്ല എങ്ങോട്ടാണ് പോയെന്ന്. ഇന്നലെ എമർജൻസി കേസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഞാനല്ല, ഞാൻ ഡോക്ടർ ഇഷിതയുടെ ഹസ്ബൻഡാണ്. അറിയാം സാർ. ഡോക്ടർ വരികയാണെങ്കിൽ എന്തെങ്കിലും പറയണോ? വേണ്ട, എന്നെ ഒന്ന് വിളിച്ചാൽ മതി, നമ്പർ ഉണ്ടല്ലോ അല്ലേ? ഞാൻ വിളിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങ് പോയി കേട്ടോ. എന്തായാലും മഹേഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇഷിത ഈ അകത്തേക്ക് കയറിപ്പോയി. എന്തുകൊണ്ടാണ് ഇഷിത ഇങ്ങനെ ചെയ്യുന്നതെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും. ഒരു ദിവസം ഒന്ന് കാണാതായി, ഇവളുടെ ഡോക്ടർ, ഇവളുടെ ജോലി അതും കൂടി ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ബാക്കി എല്ലാവരും കുറ്റപ്പെടുത്തിയതല്ല, മഹേഷ് ചോദിച്ചത് രാത്രി 10 മണിക്ക് ആരുടെ കൂടെ ആയിരുന്നു എന്ന ആ ചോദ്യം ഒരിക്കലും അത് ഇഷിതയ്ക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരാളോട് ഇങ്ങനെ തന്നെ പെരുമാറണം എന്നാണ് ഇഷിതയുടെ ആ ഒരു വശം. എന്തായാലും ഇഷിത മഹേഷിനെ മൈൻഡ് ചെയ്തില്ല. ഇഷിത പുറത്തേക്കല്ല മഹേഷ് പുറത്തേക്ക് പോയി. ഇഷിത ആദിക്കരികിലേക്കും പോയി. കൊച്ചിങ്ങനെ സ്പോർട്സ് മാസിക വായിക്കുകയാണ് കേട്ടോ അവിടെ കൊണ്ടുവച്ചിരുന്നത്. അപ്പോഴേക്കും ചോദിച്ചു, മോന് സ്പോർട്സ് ഇഷ്ടമായിരുന്നോ? ഇഷ്ടമായിരുന്നല്ലേ? എനിക്കിഷ്ടമായിരുന്നോ? മോന് സ്പോർട്സ് ഒത്തിരി ഇഷ്ടമായിരുന്നു. ക്രിക്കറ്റ് അല്ലേ ഇഷ്ടം? അതൊക്കെ മറന്നു പോയോ? എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമ്പോൾ എല്ലാം ഓർക്കുമല്ലോ എന്ന് കൊച്ചു പറഞ്ഞു. രാത്രി വൈകി, കഴിക്കണ്ടേ? നമ്മൾ ഒരുമിച്ചാണ് കഴിക്കാൻ പോകുന്നേ എന്ന് കൊച്ചു ചോദിച്ചപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് കഴിക്കാൻ പോകുന്നത്, ബാ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇഷിതയും മഹേഷും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെ അങ്ങ് തീർന്നോളും. പക്ഷേ സ്വപ്നവല്ലി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് ഉടനെ ഒന്നും തീരുന്നു തോന്നണില്ല. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. സിയോഗി, താങ്ക് യു.